നേഷൻ ഫസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ റിയാസ് ബ്ലോഗറാണ്. നമസ്കാരം. നമസ്കാരം. അതെ, കഴിഞ്ഞ ദിവസമാണ് KM ഷാജി നടത്തിയ ഒരു പ്രസ്താവന വലിയ രീതിയിൽ ട്രോൾ മെറ്റീരിയൽ ആയിരിക്കുന്നത്. ഒരു സത്യം ഞാൻ പറയട്ടെ, അയാളെ കടലിൽ ഇറക്കിയത് ഞാനാണ്, ഇറങ്ങിയല്ല. അദ്ദേഹം പറയുന്നത് നികേഷ് കുമാറിനെ കിണറ്റിലിറക്കിയത്, അദ്ദേഹത്തെ കിണറേഷാക്കിയത് ഞാനാണ്. അദ്ദേഹം ഇങ്ങനെ അതുവഴി വെറുതെ ഒരു പ്രചാരണം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കിണറിൽ ഇറങ്ങിയാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചാനലിന്റെ തലപ്പത്തിരുന്ന ഒരു വ്യക്തി, ഒരു വലിയൊരു മാധ്യമ പ്രവർത്തകൻ, അതിനുശേഷം അതുമല്ല വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തി, ഇത്തരത്തിൽ ഒരാൾ കിണറിൽ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങുന്ന ഒരു തരത്തിലേക്ക് പോയി കാണുമോ? അല്ല, ഇത് നികേഷ് കുമാറിന്റെ മുൻകാല പ്രവൃത്തികൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യം തന്നെ അവനാണ് സാധ്യത ഉള്ളത്. കാര്യം ഇതിനു മുമ്പ് കെ സുധാകരനുമായി നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ അത് ഭയങ്കര വൈറലായിട്ടുണ്ടാവുന്നതാണ്. ഇവര് നികേഷ് കുമാറിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ അങ്ങോട്ട് കയറി ചൊറിയ, എന്നിട്ട് അവരെ ഏറി ഏറ്റാൻ ശ്രമിച്ചിട്ട് സ്വയം കയറി പോകുന്ന ഒരു പരിപാടിയാണ് എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പണ്ട് പിണറായി വിജയനെ വളരെ എല്ലാവരും ഭയങ്കര സംഭവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാള് മറ്റേ ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ കൊണ്ടുപോയിട്ട് ഒരു കസാര ഇട്ടിരുത്തിയിട്ടുള്ള ഒരു സംഗതിയിലേക്ക് എത്തിക്കുന്നത് വളരെ കോമഡി പീസായി. അതുവരെ പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര രോമാഞ്ചം, ഭയങ്കര സംഭവം ഒക്കെ ആയിട്ടുണ്ടാണ്. പക്ഷെ നികേഷ് കുമാർ ഇയാളെ ഒരു വലിയ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് അവിടെ കൊണ്ടിരുത്തിയതാണ്. കയ്യിൽ കുറച്ച് കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കവിടെ പോയിട്ട് പരിപാടി എടുത്താവുന്നതാണ്. പക്ഷെ ഇയാൾ അവിടെ ചെന്നിട്ട് പരിപാടി നടത്തുന്നു, പിണറായി വിജയൻ ഏറി പോകുന്നു. പിന്നെ എന്താ, ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ MA ബേബിനെ കൊണ്ട് പാത്രം കഴിക്കുന്നു, അത് ഏറി പോകുന്നു. പിന്നെ നമ്മുടെ ഇപ്പൊ MA ബേബിയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നത് സാധാരണ സ്ത്രീപക്ഷത്തുള്ള അല്ലെങ്കിൽ ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും പാത്രം കഴുകുന്നത് ഒരു സ്വാഭാവിക കാര്യം മാത്രമാണെന്ന്. അതെ, പാത്രം കഴുകുന്നത് സ്വാഭാവിക കാര്യമായിരുന്നു. പക്ഷെ ഇതിന്റെ ഫോട്ടോ എടുത്തിട്ടതിൽ ഒരു അസ്വാഭാവികത ഇല്ലേ? അതാണ് പറയുന്നത്. ഇവരിപ്പോ അതിന് മറികടക്കാൻ വേണ്ടി, ആ ജാളിത മറികടക്കാൻ വേണ്ടിയിട്ട് MA ബേബി സഖാവ് പണ്ട് മുതലേ അങ്ങനെയാണ്. സ്വന്തം ഭക്ഷണം സ്വന്തമായി കഴിച്ച പ്ലേറ്റ് സ്വന്തം കഴിക്കുന്ന ആളാണെന്ന് പറയുന്നത്. പക്ഷെ നമ്മളെല്ലാവരും പാത്രം കഴുകുമ്പോ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാറില്ലല്ലോ. അപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. ഇപ്പൊ ഇവര് ഷാഫി പറമ്പിലിനെ ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് പരിഹസിക്കുന്നു. അതേപോലെ കോൺഗ്രസ്സുകാരെ മൊത്തത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാല് ഇവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ പരിഹസിക്കുക, എന്നിട്ട് അതിനെ ആൾക്കാർ ഇടയിൽ ഒരു കോമഡി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇവർ കാലകാലങ്ങളായിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അത് തന്നെയാണ്. എന്നിട്ട് ഇപ്പൊ ഇവര് മറ്റേ MA ബേബിയുടെ കാര്യത്തിൽ ഇതാക്കിയതും ഈ അതും ഈ പറയുന്ന ഈ ഗൃഹസന്ദർശനം എന്ന് പറയുന്ന ഒരു PR സ്റ്റണ്ടും നികേഷ് കുമാർ ചെയ്ത പരിപാടി തന്നെയാണ്. അതും അട്ടർ ഫ്ലോപ്പായി മാറി എന്നുള്ളതാണ്. അതെ, നികേഷ് കുമാറിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ വലിയ പടപ്പുറപ്പാടോടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നിട്ടും ഒന്നുമല്ലാതായി പോയൊരു ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഇനിയും അതിലേക്ക് തന്നെയാണോ, അതോ ഇനി ഒരു രാഷ്ട്രീയ പക്വത വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അയാൾക്ക് രാഷ്ട്രീയ പക്വത ഇല്ല എന്നുള്ളത് ഇപ്പൊ ഈ സമാനമായിട്ടുള്ള ഒരുപാട്, ഒന്നല്ല രണ്ടല്ല, ഒരുപാട് ഇൻസിഡന്റുകളിലോ മനസ്സിലാവുന്ന കാര്യമാണല്ലോ. ഇപ്പോ ഇതേപോലെ തന്നെ ഇപ്പൊ രമേശ് ചെന്നിത്തലുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ആ 1 മണിക്കൂർ, എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 1.5 മണിക്കൂറുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് ആകെ വൈറലായിട്ടുള്ളത് ഒരു ചെറിയൊരു പോർഷനാണ്. അപ്പൊ അനിൽ ആന്റണി BJP-യിലേക്ക് പോയി, അതായിരുന്നു ഇയാളുടെ മെയിൻ വിഷയം. അപ്പൊ അതുവഴി ബാക്കി എല്ലാവരും അധിക്ഷേപിക്കാൻ തന്നെയാണ് ഇയാൾ ശ്രമിച്ചത്. അപ്പൊ അതിന് കൃത്യമായി രമേശ് ചെന്നിത്തല മറുപടി എടുക്കുന്നുണ്ട്. ഈ MV നികേഷ് കുമാറിന്റെ അച്ഛൻ MV രാഘവൻ പാർട്ടി വിട്ടു പോയല്ലോ. MV രാഘവനെ CPM എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളത് ഇനിയിപ്പോ കോൺഗ്രസ്സുകാർ പറയുന്നത് കാര്യമാക്കണ്ട, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞ കാര്യമാക്കണ്ട. ഈ സാക്ഷാല് MV രാഘവൻ തന്നെ അതിൽ പറയുന്നുണ്ട്, ഇയാള് വീടിന് കല്ലെറിയുന്നതും ഒരു പ്രാന്തനെ പോലെ നടത്തിച്ചു, ചെരിപ്പെറിഞ്ഞു, ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അതേ CPM-ലേക്കാണ് ഇയാള് പോയിട്ടുള്ളതെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പൊ നമുക്ക് ചിന്തിക്കാലോ ഒരാൾ ഏത് രീതിയിൽ അധപതിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ? സ്വന്തം അച്ഛനെ തല്ലി കൊല്ലാൻ ശ്രമിച്ച പാർട്ടിയിലേക്കാണ് ഇയാൾ പോകുന്നത്. ഇയാൾ പോകുന്നു എന്നുള്ളത് മാത്രമല്ല, എന്നിട്ട് അതിന് നേതൃത്വം നൽകിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി PR വർക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. അതെ, അപ്പോൾ ഈ PR സ്റ്റണ്ടുകളെ പറ്റി പറഞ്ഞു പോകുമ്പോൾ പറയാതിരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ചായക്കപ്പും. അതും ഇതിന്റെയൊക്കെ ഒരു അറ്റം തന്നെ അല്ലായിരുന്നോ? അവരെ പറയുന്നത് ഇവര് ഒരു വിഷയത്തിന്റെ ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയത്തിനെ കോമഡി ആക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് അതിന്റെ ഗൗരവം
ആളുകൾക്കിടയിൽ അതൊരു തമാശയായി മാറി. ഈ ഒറ്റ ഇൻസിഡന്റോട് കൂടിയിട്ട് നമ്മൾ ഇത്തരം വിഷയങ്ങള് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അതിന് വെറും PR വർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇപ്പോ ഇതേ ഈ സമയത്ത് തന്നെ ഈ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് വേറെ വില എത്തിയില്ലാന്ന്. അത് ഏകദേശം 2 ആഴ്ചത്തോളം പൂഴ്ത്തി വെച്ചിട്ടുണ്ടാകും. ഒരു സിനിമാ പ്രവർത്തകന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു വിഷയം. അപ്പൊ അത് ഇവര് 2 ആഴ്ചത്തോളം അത് മൂടി വെച്ചു. പിന്നെ പിന്നീടാണ് അത് പുറത്തു വന്നത്. ഇപ്പോഴും അതിന്റെ പേരിൽ കൃത്യമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പൊ ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവിടെ സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്നോ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ ഉണ്ടാക്കണമെന്നുള്ളതൊന്നല്ല. അതൊരു ടോപ്പിക് ആക്കി മാറ്റുക, അതുവഴി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവര് കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ വിഷയത്തിന്റെ ഗൗരവം തന്നെ അതോർക്കിനോട് ഇല്ലാണ്ടാക്കിയ ഇതിന് അനാവശ്യമായിട്ടുള്ള ഇതിന് രാഷ്ട്രീയ ചായ്വ വരുത്താനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ പോലും കോടതിയിൽ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ്. അതിന് കൂടുതൽ ബലം കൊടുക്കുന്ന പരിപാടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അപ്പോൾ ഈ പറയുന്ന PR സ്റ്റണ്ടുകൾ ഇതെല്ലാം കാണിച്ചാൽ പോലും പൊതുജനത്തിന്റെ ഇടയിൽ ഇപ്പോഴും CPM-നും ഇടതുപക്ഷത്തിനും ഒന്നാകെയും ഒരു എന്താ പറയുക, ഒരു ഭരണവിരുദ്ധ വികാരം, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് ഒന്നും ശരിയാകുന്നില്ല എന്നുള്ളൊരു തരത്തിലാണ് പോകുന്നത്. എന്ത് പരിപാടി അവതരിപ്പിച്ചിട്ടും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് തന്നെയല്ലേ? അങ്ങനെ പറയുന്നത് ഇവര് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കുറെ ന്യൂനപക്ഷ പീഡനം നടത്തി നോക്കി. അതിലൊന്നും അവർ വീണില്ല, അവർക്ക് ആ വോട്ട് കിട്ടിയില്ല, അത് എല്ലാം ഫ്ലോപ്പായി പോയി. എന്നാ പിന്നെ എന്തായാലും ന്യൂനപക്ഷ വോട്ട് കിട്ടില്ല എന്നുള്ള കൺഫേം ആയി. എന്നാ പിന്നെ ഭൂരിപക്ഷ വോട്ടുകൾ എങ്ങനെ സമാഹരിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഏറ്റവും എക്സ്ട്രീം ലെവലുള്ള കാര്യങ്ങൾ ചെയ്തോണ്ട്. ഇപ്പൊ CPM എപ്പോഴും ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ പോലും ഈ വലതുപക്ഷത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ കാറി കയറ്റി കൊണ്ടുവന്നു. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ കാറി കയറ്റി കൊണ്ടുവന്നു മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ 40 വട്ടം CPI വിമർശിക്കുന്നുണ്ട്. CPI ഒറ്റുകാരാണ്, CPI അങ്ങനെയാണ്, CPI ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ സ്വന്തം മുന്നണിയിലെ ഒരു ഘടകകക്ഷിയെ തുടർച്ചയായി അധിക്ഷേപിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയാണ് മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കിട്ടുന്ന പരിഗണന അവിടെ എന്താ പറയാ വിരോവിഷത്തിൽ പോലും കിട്ടുന്നില്ല. അങ്ങനെ പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോ ഇവര് തുടർച്ചയായിട്ടുള്ള കാര്യം. ഇപ്പോ അതിനുശേഷം നടന്നുള്ള കാര്യങ്ങൾ ഇപ്പോ എനിക്ക് തോന്നുന്നു കേരളത്തില് BJP-ക്കാരെ എല്ലാം വിശ്രമത്തിലാണ്. BJP-ക്കാർക്കൊന്നും കാര്യമായിട്ടുള്ള റോഡില്ല. കാരണം ഇവരാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. സജി ചെറിയനായാലും AK ബാലനായാലും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതൊന്നും അറിയാതെ പറ്റുന്ന ഒരു നാക്കിപിഴ. ഇപ്പൊ MM മണി 1, 2, 3 പ്രസംഗം പറഞ്ഞ അയാൾ ആവേശം കയറ്റി അറിയാതെ പറഞ്ഞു പോയതാണ്. അറിയാതെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. പക്ഷെ ഇത് കരുതി കൂട്ടി പറയുന്നതാണ്. ഇത് ആദ്യം വന്ന് ഇങ്ങനെ ഇത്തരത്തിലൊക്കെ പരാമർശങ്ങൾ നടത്തുന്നു, അത് കഴിഞ്ഞിട്ട് വേറെ സൈഡിൽ വന്നിട്ട് ഇത് തിരുത്തുന്നു. അപ്പൊ ഇത് പിന്നീട് വന്ന് തിരുത്തുമ്പോഴത്തേനും ഇത് എത്തേണ്ടടത്തെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുന്നതാണ് അയാൾ പറയുന്നത്. അപ്പൊ ഈ ഈ പറയുന്ന ഈ മാറാട് കലാപം ഉണ്ടായ സമയത്ത് ജമാഅത്ത് ഇസ്ലാമി CPM-ന്റെ കൂടെയാണുള്ളത്. ഇപ്പോഴാണല്ലോ ഇപ്പൊ UDF-ന് പിന്തുണക്കുമെന്ന് അവർ പറയും. ഇത്രയും കാലം അവര് ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചിട്ടുണ്ട്, അന്ന് LDF-നാണ്. അത് പിണറായി വിജയൻ തന്നെ നന്ദി പറയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ. ഇപ്പൊ ബാക്കിയുള്ളതെല്ലാം ഫേക്കാണ്, മറ്റേ വലതുപക്ഷ മാധ്യമ പ്രവർത്തകരുടെ മാധ്യമ സൃഷ്ടിയാണെന്നൊക്കെ അവകാശപ്പെട്ട് കഴിഞ്ഞാലും പിണറായി വിജയൻ സംസാരിക്കുന്ന വീഡിയോ ഇന്റർനെറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പോ അത്തരത്തിൽ കാര്യങ്ങളവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ മാറാട് കലാപം പറയുമ്പോ അതിന് സമാനമായിട്ടുള്ള വേറെയും ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പൊ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള വേറെയും ഒരുപാട് കലാപങ്ങളുണ്ടല്ലോ. അതാരും നമ്മൾ ഒരിക്കലും വന്നിട്ട് അതിനെ പറ്റിയല്ലേ ചർച്ച ചെയ്തത്. നമ്മൾ സമകാലിക രാഷ്ട്രീയം പറയുമ്പോൾ അതിനെ പറ്റിയല്ലേ സംസാരിക്കേണ്ടത്. അപ്പൊ ഇവര് പിണറായി വിജയൻ തന്നെ എപ്പോഴും പറയും 4 വോട്ടിനും 3 സീറ്റിനും വേണ്ടിയിട്ട് രാഷ്ട്രീയ ചരിത്രം കാണിക്കുന്നവരല്ല CPM പേര് എന്നുള്ളത്. പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ ഈ പരിപാടി എല്ലാം ചെയ്തു വെച്ചിട്ടാണ് അയാൾ ഈ വർത്താനം പറയുന്നതാണ് ഇതിന് ഏറ്റവും വലിയ കോമഡി. അതെ, ഇപ്പോൾ റിയാസ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ BJP CPM-ഉം ഒരുപോലെ പണിയെടുക്കുന്ന ആൾക്കാരാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസമില്ലെന്ന്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഷാഫി പറമ്പിലും പറഞ്ഞത് ഇത് തന്നെയാണ്. ഈ CPM-കാരെയും BJP-കാരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഇതെല്ലാം ഒരേ ശബ്ദമായി ഇങ്ങനെ പോവുകയാണ് എന്നുള്ളത്. അതെ, ഇവർക്കിപ്പോ ഇവർ രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസ്. ഇപ്പൊ BJP അത് പ്രഖ്യാപിത നയമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത്. ഇവിടെ കേരളത്തിലും അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ വേറെ കാര്യം കൂടി നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, നമ്മൾ എവിടെയും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ നമ്മുടെ LDF-ലെ മന്ത്രി, എനിക്ക് തോന്നുന്നു കൃഷ്ണൻകുട്ടി തോന്നുന്നു, മറ്റേ LDF-ലെ വൈദ്യുതി വകുപ്പ് മന്ത്രി, ദേശീയ ലെവലിൽ നോക്കുമ്പോൾ അത് NDA-യുടെ ഭാഗമാണ്, NDA-യുടെ ഘടകകക്ഷിയാണ് ഇപ്പോൾ LDF-ന്റെയും മന്ത്രിയായി തുടരുന്നത്.
അപ്പൊ ഇതൊന്നും ഇവിടെ അധികം ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അതായത് ഇവർക്ക് കിട്ടുന്ന കുറെ പ്രിവിലേജുകളുണ്ട്, ഇതൊന്നും അധികം ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും ആ രീതിയിലേക്ക് എത്തുന്നില്ല. ഇപ്പൊ തുടർച്ചയായിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ CPM ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് എന്ത് നടപടി എടുക്കും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം തന്നെ പറയുമ്പോ ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കേസ് എടുക്കുന്നില്ലെന്ന് മാത്രമല്ല അതിൽ എൻഡോസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിലെന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ട മുഖ്യമന്ത്രി തന്നെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ അതിനെ കുട പിടിക്കുക, അല്ലെങ്കിൽ അയാളെ കാറി കയറ്റി കൊണ്ടുപോകുന്നു, അയാളെ കൂടെ നടത്തുന്നു, ഞാൻ ഇനിയും ചെയ്യുന്നതാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അതിലെന്താണ് പ്രശ്നം, ഇനിയും അത് ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ ഇവിടെ കോൺഗ്രസ്സുകാർ പറഞ്ഞാലൊന്നും ഞാൻ ചെയ്യുന്ന കാര്യം ചെയ്യാണ്ടിരിക്കില്ല എന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. അതെ, ഇത് തന്നെയായാലും ഇത്രയേറെ പ്രഹസനങ്ങളൊക്കെ കേരളത്തിൽ നടന്നിട്ടും ഭരണം പിടിക്കുമെന്ന് ഇപ്പോഴും അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് തന്നെ വലിയ വലിയ ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും ജനം മണ്ടന്മാരല്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വോട്ടുകളുടെ രൂപത്തിൽ അത് രേഖപ്പെടുത്തപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.